ഹായ് ഗായ്സ്, എല്ലാവർക്കും മൂവി കാർഡിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മമ്മൂട്ടിയുടെ ആക്ഷൻ കംബാക്ക്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയായ ബസൂക്ക പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും ശ്രദ്ധയിൽപ്പെടുന്നു. ആദ്യ ഗാനം റിലീസ് ചെയ്തതോടെയാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾക്ക് കൂടുതൽ ആവേശകരമായി മാറിയിരിക്കുന്നത്. അടുത്തിടെ റിലീസ് ചെയ്ത ബസൂക്കയുടെ ആദ്യ ഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. സയ്യിദ് അബ്ബാസ് സംഗീതം ഒരുക്കിയ ഈ ഗാനം എഴുതിയത് ബിൻസ്, ആലപിച്ചത് ശ്രീനാഥ് ബാസിയാണ്. ആധുനികതയും തീവ്രതയും കൈക്കൊണ്ടാണ് ഈ പാട്ടിന്റെ അവതരണം. സിനിമയുടെ പ്രത്യേകതകളിൽ ഒന്നാണ് സംവിധായകൻ ഡിനോ ഡെന്നിസ്. മലയാളത്തിലെ എക്കാലത്തെയും പ്രിയ രചനാകാരനായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ഡിനോ. അതിനാൽ തന്നെ സിനിമയ്ക്കായി പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷ 2 മടങ്ങ് കൂടുതലാണ്. മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ബെഞ്ചമിൻ ജോഷ എന്ന ആകർഷകമായ കഥാപാത്രത്തെയാണ് അദ്ദേഹം ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ഹക്കീം ഷാജഹാൻ, ഫാമ അരുൺ, ദിവ്യ പിള്ള, ഡീൻ ഡെന്നിസ്, സ്ഫടികം ജോർജ് എന്നിവരും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളായാണ് എത്തുന്നത്. കാപ്പ, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന പുതിയൊരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആണ് ബസൂക്ക. തീവ്രത കൈക്കൊണ്ടൊരു പുതിയ ആക്ഷൻ ത്രില്ലർ അനുഭവമാണ് ബസൂക്ക. മമ്മൂട്ടിയുടെ ആക്ഷൻ ഒപ്പം ഡിനോ ഡെന്നിസിന്റെ നൈപുണ്യം. ബസൂക്ക തീർച്ചയായും ഈ വർഷത്തെ ഏറ്റവും പ്രസക്തമായ സിനിമകളിൽ ഒന്നാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏപ്രിൽ 10, 2025 ഈ സിനിമ തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നത്. ചിത്രത്തിന് സെൻസർ ബോർഡ് UA സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ തിയേറ്ററുകളിൽ ബസൂക്കയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. ബുക്ക് മൈ ഷോ, ടിക്കറ്റ് ന്യൂ, ക്യാച്ച് മൈ സീറ്റ്, പേടിഎം തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. സംവിധായകൻ ഡിനോ ഡെന്നിസ് മമ്മൂട്ടിയുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിൽ 2.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ മമ്മൂട്ടി അദ്ദേഹത്തെ തന്നെ ചിത്രം സംവിധാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചതായി പങ്കുവച്ചിരുന്നു. ചിത്രത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബസൂക്ക ടീം കോളേജ് വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തി. ചിത്രത്തിന്റെ ട്രെയിലർ മാർച്ച് 26, 2025 പുറത്തിറങ്ങിയതും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയതുമായ ഒരു പ്രധാന അപ്ഡേറ്റ് ആണ്. മമ്മൂട്ടിയുടെ ബസൂക്ക മികച്ച താരനിരയും ആകർഷകമായ കഥയും കൊണ്ട് പ്രേക്ഷകർക്ക് മികച്ച അനുഭവം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്യാങ്സ്റ്റർ പശ്ചാത്തലത്തിലുള്ള ഈ സിനിമയിൽ മമ്മൂട്ടിയും ഗൗതം മേനോനും ഒരുമിച്ച് ശക്തമായ പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതായി കാണാം. ഇതൊരു ഗെയിമാണ്. നല്ലതും ചീത്തയും തമ്മിലുള്ള ഈ കളിയിൽ അന്തിമ ലക്ഷ്യം മോക്ഷമാണ് എന്ന ഡയലോഗ് ചിത്രത്തിന്റെ ത്രില്ലിംഗ് സ്വഭാവം വ്യക്തമാക്കുന്നു. ബസൂക്ക ഏപ്രിൽ 10 മുതൽ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഗംഭീര ആക്ഷൻ അനുഭവം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി നായകനായ ബസൂക്ക എന്ന ആക്ഷൻ ത്രില്ലർ ഏപ്രിൽ 10 തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ്. മമ്മൂട്ടിയാണ് ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കൊച്ചി സിറ്റി ACP ബെഞ്ചമിൻ ജോഷ എന്ന കഥാപാത്രത്തെയാണ് ഗൗതം വാസുദേവ് മേനോൻ അവതരിപ്പിക്കുന്നത്. ഫ്രാങ്കോ സാൽവത്തോർ എന്ന ഗ്യാങ്സ്റ്റർ കഥാപാത്രത്തെയാണ് ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്നത്. ആനി ബെഞ്ചമിൻ എന്ന കഥാപാത്രത്തെയാണ് ദിവ്യ പിള്ള അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 10, 2025 രാവിലെ 9 മണിക്ക് പ്രത്യേക പ്രദർശനത്തിലൂടെ ചിത്രം പ്രദർശനത്തിന് എത്തും. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ മമ്മൂട്ടിയുടെ പുതിയ ലുക്ക് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു. അഭിപ്രായങ്ങൾ പ്രകാരം ഈ ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ മറ്റൊരു ശ്രദ്ധേയമായ ആക്ഷൻ ത്രില്ലറായി മാറാനാണ് സാധ്യത. ചിത്രത്തിന്റെ കഥാസാരം എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസറും ഒരു ബിസിനസ്സുകാരനും ചേർന്ന് സീരിയൽ കില്ലറെ പിടികൂടാൻ നടത്തുന്ന ശ്രമങ്ങളെ ആസ്പദമാക്കുന്നു. അവർ കില്ലറുടെ ഗെയിമുകൾ പിന്തുടർന്ന് അന്വേഷണം നടത്തുന്നു. ഇത് മമ്മൂട്ടിയുടെ ഒരു ആക്ഷൻ ത്രില്ലർ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബസൂക്ക എന്ന സിനിമയുടെ പുതിയ അപ്ഡേറ്റ്സ് എന്ന നിലയിൽ സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇങ്ങനെയുള്ള സിനിമാ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്താൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.